നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്തു, കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടു. അതിനുശേഷം ഡോക്ടർ എഴുതി തന്ന മരുന്നും കഴിച്ചു തുടങ്ങി. കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമൽ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി നിന്ന സമയത്ത് അനുഭവപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടിയതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോയതാവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. അധികം ആൾക്കാർക്കും അറിയാത്ത ഒരു സ്ട്രോങ് റിലേഷൻ കൊളസ്ട്രോളും ടെസ്റ്റോസ്റ്ററോണും തമ്മിലുണ്ട്. ഈ വീഡിയോയുടെ വിഷയം അതാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് പറയാം. കൊളസ്ട്രോളിന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. ഹാർട്ട് അറ്റാക്ക് വരുമോ, ബ്ലോക്ക് ഉണ്ടാവും, കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്, കൊളസ്ട്രോൾ കൂടിയാൽ ജീവിതകാലം മുഴുവൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് കഴിക്കേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള ഐഡിയ ആണ് കൊളസ്ട്രോളിനെ കുറിച്ച് അധികം ആൾക്കാർക്കും ഉള്ളത്. പക്ഷേ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണത്തിലൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിക്കുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം 3 ഗ്രാം കൊളസ്ട്രോൾ നമ്മളുടെ ബോഡി തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മളുടെ ലിവറിലാണ് ഉൽപ്പാദിക്കുന്നത്. ഇനി എന്തിനാണ് ഇത്രയും കൊളസ്ട്രോൾ നമ്മളുടെ ബോഡി ഉൽപ്പാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബ്രെയിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. മസിൽസിന് കൊളസ്ട്രോൾ വേണം. മസിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടും ഒരു തരത്തിലുള്ള മസിലാണ്. നെർവസ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈൽ വേണം. ബൈൽ ഉൽപ്പാദിക്കുന്നതും കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ കൊളസ്ട്രോൾ ഇമ്പോർട്ടൻസ് അവിടെയും തീരുന്നില്ല. നമ്മളുടെ ബോഡിയിലുള്ള സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിക്കാനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അത് സ്ത്രീകളുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊളസ്ട്രോളിന് വലിയൊരു റോളുണ്ട്. അധികം ആൾക്കാരും പേടിക്കുന്ന പോലെ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടല്ല നമ്മളുടെ ബ്ലഡിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത്. ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഏകദേശം 20-25% താഴെ മാത്രം. ബാക്കി മുഴുവൻ നമ്മളുടെ ബോഡി തന്നെ ഉൽപ്പാദിക്കുന്ന കൊളസ്ട്രോളാണ്. നമ്മളുടെ ബോഡിക്ക് ഇത്രയൊക്കെ ഫങ്ഷൻസ് ചെയ്തു തരുന്ന കൊളസ്ട്രോൾ ആവശ്യമില്ലാത്തൊരു കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ ഉൽപ്പാദിക്കില്ല. അപ്പോൾ കൊളസ്ട്രോൾ അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ്. അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ട, മീറ്റ്, പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ഇങ്ങനത്തെ ഭക്ഷണത്തിലൊക്കെ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കഴിക്കുന്നത് കുറയ്ക്കുന്നതിന് പകരം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോളിനെ ഡയറ്ററി കൊളസ്ട്രോൾ എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നതിനനുസരിച്ചിട്ടല്ല നമ്മളുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ കൂടി വരുന്നത്. ഇത് പലതരത്തിലുള്ള സ്റ്റഡീസിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിനൊക്കെ കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസും മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെയും കാർഡ്സിലും കാണാവുന്നതുമാണ്. നിങ്ങളിൽ കുറേ പേര് വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു നിൽക്കുന്നതും കണ്ടിട്ടുണ്ടാകും. സൺ എക്സ്പോഷർ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അതായത് സൺലൈറ്റ് നമ്മളുടെ സ്കിന്നിൽ തട്ടുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ തന്നെ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കാൻ സാധിക്കും. പക്ഷേ ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കണമെങ്കിലും ശരീരത്തിൽ ആവശ്യത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വേണം. ഇനി അധികം ആൾക്കാരും രക്തം പരിശോധിച്ച് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ 1-2 മാസമൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ട്രൈ ചെയ്യും. അതായത് അവർ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, എക്സസൈസോ നടത്തോ ഇതൊക്കെ തുടങ്ങാൻ ശ്രമിക്കും. പക്ഷെ അധികം ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ വീണ്ടും കൊളസ്ട്രോൾ അങ്ങനെ തന്നെ കൂടി തന്നെ നിൽക്കും. അപ്പോൾ ഡോക്ടറിന് വേറെ വഴിയൊന്നുമില്ല, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറ്റിൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്ന മെഡിസിൻസ് എഴുതി തരും. അപ്പോൾ അത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുമ്പം കൊളസ്ട്രോൾ 1 മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് കുറയും. കാരണം എറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, ഇത്തരത്തിൽ പല സ്റ്റാറ്റിൻസൊക്കെ വർക്ക് ചെയ്യുന്നത് ലിവറിൽ ഉൽപ്പാദിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ചിട്ടാണ്. ഇങ്ങനെ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ സ്റ്റാറ്റിൻസൊക്കെ കഴിക്കുന്നവർക്ക് പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. മസിൽ പെയിൻ ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, തളർച്ച പോലെ ഉണ്ടാവാം, ലിബിഡോ കുറയുന്നത് പോലെ തോന്നാം, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് കാരണമാണ്. രണ്ടാമത്തത് സ്റ്റാറ്റിൻസ് പ്രവർത്തിക്കുന്ന രീതി കാരണമാണ്. കാരണം സ്റ്റാറ്റിൻസ് വർക്ക് ചെയ്യുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ചിട്ടാണ്. കൊളസ്ട്രോൾ മര്യാദക്ക് ഉൽപ്പാദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിൽ മര്യാദക്ക് വർക്ക് ചെയ്യില്ല, മസിൽസിൽ പെയിൻ ഉണ്ടാവാം. കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കുന്നത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണാണ്. അത് കുറയുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, ലിബിഡോ കുറയാം, ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. കൊളസ്ട്രോൾ കുറയുന്നതിനനുസരിച്ച് വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറയാം. അതിനനുസരിച്ച് ബോൺ പെയിൻ ഉണ്ടാവാം, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാം, പെട്ടെന്ന് തളർച്ച ഉണ്ടാവാം. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും മസിലിലും ജോയിൻസിലും ബോണിലൊക്കെ വേദന അനുഭവപ്പെടാം. നിങ്ങളും ഇതേ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിക്കുക. അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അതിന് പകരം പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറഞ്ഞതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറഞ്ഞാൽ അതും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് വിചാരിക്കുക. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയുന്നത് മാത്രമല്ല,
ഹൈപ്പോഗൊണാഡിസത്തിലുണ്ടാവാം, പിറ്റ്യൂട്ടറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, നിങ്ങളുടെ ജീവിതശൈലി കാരണമാവാം, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇങ്ങനെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവുന്നത് ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്. ഈ ടെസ്റ്റോസ്റ്ററോണിനെ കൂട്ടാൻ, ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കൂടുതൽ കൊളസ്ട്രോൾ നിങ്ങളുടെ ബോഡി തന്നെ ഉൽപ്പാദിക്കും. അപ്പോൾ പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന കൊളസ്ട്രോളിനേക്കാളും നിങ്ങളുടെ ബോഡി തന്നെ ഓരോ ദിവസം നോർമലി എത്ര കൊളസ്ട്രോൾ ആണോ ഉണ്ടാക്കേണ്ടത് അതിനേക്കാളും കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിച്ച് തുടങ്ങും. അത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നവർക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല നോക്കേണ്ടത്. നേരെ മറിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറവാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ മറ്റു പലതരത്തിലുള്ള സിംറ്റംസും ഉണ്ടാവാം. അത് പക്ഷേ എല്ലാവർക്കും അനുഭവപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം, പുരുഷന്മാർക്ക് ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം, ലിബിഡോൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, തളർച്ച ഉണ്ടാവാം, മസിൽ പെയിൻ ഉണ്ടാവാം, മസിൽ മാസ് കുറയുന്നത് പോലെ അനുഭവപ്പെടാം, ചെറുപ്പത്തിലുണ്ടായിരുന്ന എനർജി അത് പോയതുപോലെ തോന്നാം. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുന്നതിനെ കൊണ്ടാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നോക്കേണ്ടത് തന്നെയാണ്. സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് തന്നെയാണ് ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ആവശ്യമുള്ളത്. പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ കുറവാണോ എന്ന് നോക്കാൻ അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് രാവിലെ എണീറ്റിട്ട് ആദ്യം എടുക്കുന്ന ബ്ലഡ് സാമ്പിൾ തന്നെ ആയിരിക്കണം. ഇനി ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലേക്കല്ല പോകേണ്ടത്. അതിന് പകരം പലതരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എക്സസൈസ് ചെയ്ത് തുടങ്ങാം, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യാം, ഹെവി വെയ്റ്റ്സ് ആണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭക്ഷണത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കണം, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ച് കൂട്ടണം. അവസാനമായി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുന്ന ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും ഉണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ട്രിബുലസ് ടെറസ്ട്രസ്. ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവക്കും ടെസ്റ്റോസ്റ്ററോണിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടെസ്റ്റോസ്റ്ററോണും കൊളസ്ട്രോളും തമ്മിൽ എന്താണ് ബന്ധം നോക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ സ്റ്റഡീസിലും കോമൺ ആയിട്ടും കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണെന്നും കൂടി പറയാം. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കുന്നതിനനുസരിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള റിസ്ക് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തന്നെ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഒക്കെ ലെവൽ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട്. ഇനി 65 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ളവർക്ക് ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കൂടി നിൽക്കുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കൊളസ്ട്രോളും ടെസ്റ്റോസ്റ്ററോണും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. പക്ഷെ അത് എല്ലാ പ്രായത്തിലും ഒരേപോലെയല്ല. ചെറുപ്പക്കാർക്ക് ഈ ഒരു റിലേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കുറയും, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ വഴിയോ ടാബ്ലറ്റ്സ് വഴിയോ കഴിക്കുന്ന സമയത്ത് കൂടുതൽ റിസ്ക് ഉണ്ടാവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പുറമേ നിന്നും ടെസ്റ്റോസ്റ്ററോൺ എടുക്കുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവും കുറയും. ഇതിനനുസരിച്ച് ഇവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലത്തെ കണ്ടീഷൻസ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി നിന്ന് നിങ്ങൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് പകരം നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. അത് കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആവാം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യങ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിൻസ് പോലത്തെ മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിർത്താനും സാധിക്കും. ഇനി ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലേക്കല്ല പോകേണ്ടത്. കാരണം അതിൻ്റെ എലിജിബിലിറ്റിക്ക് പല ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലും ഹാർട്ട് ഡിസീസസിൻ്റെ റിസ്ക് കൂടുതൽ തന്നെയാണ്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാച്ചുറലി നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ കോമൺ ആയിട്ടും വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നതും, വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്നതും, ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതും, അവസാനത്തെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിനെ കൊണ്ടൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും സ്റ്റാറ്റിൻസ് റെക്കമെൻഡഡ് ആയിരിക്കും. നിങ്ങളുടെ മറ്റുള്ള തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് സ്റ്റാറ്റിൻസ് തുടങ്ങണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് ഇനി ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചോ കൊളസ്ട്രോളിനെ കുറിച്ചോ കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. കൊളസ്ട്രോൾ നോർമൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.